നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. നമ്മൾ വറുത്തരച്ചുണ്ടാക്കുന്ന അതേ കടലക്കറിയുടെ ടേസ്റ്റിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ തേങ്ങ ഉപയോഗിക്കാതെയാണ് നമ്മളിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു കുക്കറാണ് വെച്ചിരിക്കുന്നത്. കുക്കറാണ് നല്ലത്, കാരണം നമുക്ക് പെട്ടെന്ന് കടല വേവിച്ചെടുക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്, കാരണം ഇതൊരു നാടൻ കറിയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 സവോള അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട് എല്ലാം വഴറ്റിയതിന് ശേഷം. അപ്പോൾ ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈസിൽ തന്നെ അരിഞ്ഞാൽ മതിയാവും. ഇനി നമ്മളിത് വഴറ്റിയിട്ട് ഇപ്പോൾ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, പറഞ്ഞ പോലെ നമ്മൾ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് മതിയാവും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ മതിയാവും. ഇഞ്ചി നിങ്ങൾക്ക് വലിയ പീസായിട്ട് വേണമെങ്കിലും ഇടാം, കാരണം നമ്മളിത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത് അരഞ്ഞോളും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെക്കലാണ് പതിവ്, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യാണ്. ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ. ഇനി അതും കൂടെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു തക്കാളി, പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്യേണ്ടത്. കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഞാൻ ക്യാൻ ടൊമാറ്റോ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് അരിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ ടൊമാറ്റോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് ഇടണം. ഇത് ക്യാൻ ടൊമാറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. അപ്പം തക്കാളി ആഡ് ചെയ്തു. തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി വഴണ്ടതിന് ശേഷം നമ്മൾ പൊടികളാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, നല്ല ഹീറ്റായിട്ടുള്ള ടേബിൾ സ്പൂൺ തന്നെ എടുത്തോളൂ. കുമിച്ച് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇടുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയും പറഞ്ഞതുപോലെ വലിയൊരു ടീസ്പൂൺ, കുമിച്ചൊരു ടീസ്പൂണാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഇപ്പം നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇത്രയും വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മിക്സ്ചർ തണുത്ത് കഴിയുമ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പൊടികളെല്ലാം നല്ലപോലെ കോട്ടായി. ഇപ്പോൾ നമ്മൾ ആ വഴറ്റിയത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ പ്രഷർ കുക്കറിൽ തന്നെ നമ്മൾ ഈ അരച്ചെടുത്ത ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ടാണ് നമ്മൾ കടല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതേ കുക്കർ തന്നെ ഉപയോഗിക്കാം. ആ കുക്കറിലോട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ അരച്ചെടുത്ത മിക്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഇന്നലെ തന്നെ കുതിർത്തി വെച്ചിരുന്ന 1 കപ്പ് കടല, കുതിർത്തിയതിന് ശേഷമല്ല 1 കപ്പ് അളർന്ന് ഞാൻ കുതിർത്തി, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കടല ഞാൻ 1 കപ്പ് കടല ഞാൻ 4 കപ്പ് വെള്ളത്തിലാണ് കുതിർത്തി വെച്ചത്. കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചു. അതേ വെള്ളം തന്നെയാണ് ഞാനിപ്പോൾ കറിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ടേസ്റ്റും. അത് മാത്രമല്ല, കടലയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് കടല കഴിക്കാം. അപ്പോൾ അത് ഈ ഒരു ഗ്രേവി നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ആ കുതിർത്തി വെച്ച വെള്ളം തന്നെ ഇപ്പോൾ അത് കുതിർത്തി കഴിയുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു 3 കപ്പായിട്ട് മാറും. കാരണം നമ്മൾ 4 കപ്പ് ഒഴിച്ച് കുതിർത്തി വെച്ചു. കടല കുറേ വെള്ളം അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള വെള്ളം അതേപടി ഞാൻ ഈ ഒരു ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത്രയും വെള്ളം നമ്മൾ ഒഴിക്കണം. 10 വിസിൽ കൃത്യം അടിച്ചാൽ, കറക്റ്റ് 10 വിസിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത് നന്നായിട്ട് തിളച്ച് നമ്മൾ വിസിലിട്ട് കഴിഞ്ഞ് ഒരു 10 വിസിലാവുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യുവാണെങ്കിൽ കടലയും നല്ലപോലെ വെന്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഒഴിച്ച വെള്ളവും ഒക്കെ നല്ല കുറുകി കറിക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയും ടെക്സ്ചറും വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് തിളച്ചതിന് ശേഷം വിസിലടിച്ച് 10 വിസിൽ കഴിഞ്ഞ് ഓഫ് ചെയ്ത് ആവി പോയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു കറി മസാലയ്ക്ക് ആവശ്യമുള്ളതും കടലയ്ക്ക് ആവശ്യമുള്ളതായിട്ട് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ 10 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു. ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം കറി നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഹാഫ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നോക്കുന്ന ഒരു കൺസിസ്റ്റൻസി. സാധാരണയായിട്ട് നമ്മൾ തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറി ഉണ്ടാക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ട് ഇതിനില്ല. കാരണം നമ്മൾ തേങ്ങ വറുക്കുന്നില്ല, അരയ്ക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഒന്ന് താളിച്ച് പൊട്ടിച്ച് ഇടുവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പാൻ എണ്ണ ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കടുക് പൊട്ടിക്കും, 3 പച്ചമുളക് ഇടും, കുറച്ച് കറിവേപ്പില ഇടും. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നമ്മൾ റെഡി ആയിട്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും പച്ചമുളകും കറിവേപ്പിലയും ശകലം ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം ആ കറി മൂത്ത് വരുമ്പോൾ ഉള്ള ആ ഒരു മണം നല്ലതാണ് ഇതിൻ്റെ കടലയ്ക്ക്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷമേ ഗരം മസാല ഇടാവുള്ളേ. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും ഇടാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുട്ട്, പാലപ്പം അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കടുക് പൊട്ടി. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് നെടുകെ കീറി ഇട്ടിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് കറി തിളച്ചിരിക്കുന്ന കറിയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം സ്വല്പം ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ തികച്ചില്ല, സ്വല്പം ഗരം മസാലയും കൂടെ ഇട്ട് കറി താഴെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിളയ്ക്കുന്ന കറിയിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കറി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.